So in the last class we are discussing about strain energy. We defined the term strain energy. First we calculated the work done by a force, then work done by a movement, rotating effect. Okay, so work done by a force is equal to, generally we express work done by UE. E means external. Okay, UE is equal to half into the force, P into the displacement, linear displacement. Suppose X is the total displacement and P is the gradually applied load, then work done by the external force is equal to half into P into X. Then if it's a moment, then the work done is equal to half into m into the angular displacement theta. Now we know that this work done, the effect of this work done is stored as strain energy inside the material. So if there is no loss due to heat or friction, etc., you can write the internal energy stored, that is strain energy. Ui is equal to, Ui will be also equal to half into P into X if there is force and displacement, external force and displacement. And the same thing for a moment is half into m into theta. So these are the expressions we derived in the last class. Okay, now we will convert these expressions in terms of normal stress and shear stress, etc. Okay, so first normal stress. So for that, consider an element having dimensions dx, dy and dz, and we are assuming that suppose sigma z is the only stress acting on this element. നമ്മൾ ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് ആക്കിയിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് സിഗ്മ സെഡ് കാണും, അതേപോലെ നമുക്ക് സിമിലർലി യു ക്യാൻ ഫൈൻഡ് ഔട്ട് സിഗ്മ എക്സ് ആൻഡ് സിഗ്മ വൈ, എല്ലാം സെയിം അപ്രോച്ചാണ്. സോ ടു ഒബ്റ്റെയിൻ ദ സ്ട്രെയിൻ എനർജി കോസ്ഡ് ബൈ ദ നോർമൽ സ്ട്രെസ് സിഗ്മ സെഡ്, കൺസിഡർ ദ വോളിയം എലമെൻറ്റ് ആസ് ഷോൺ ഇൻ ഫിഗർ. ഒരു ഡി എക്സ് ഡി വൈ ഡി സെഡ് ഉള്ള ഒരു എലമെൻറ്റ് കൺസിഡർ ചെയ്തു, അതിൽ ആക്ട് ചെയ്യുന്ന നോർമൽ സ്ട്രെസ് സിഗ്മ സെഡ് ആണ്. ഞാൻ ആർബിട്രലി സെഡ് ഡയറക്ഷൻ ചൂസ് ചെയ്തതേ ഉള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ സിഗ്മ എക്സിൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാം. Now the force created on these elements, top and bottom surface, will be dFz. So ഇത് സ്ട്രെസ് ആണ് തന്നത്, കറസ്പോണ്ടിങ് ഫോഴ്സ് ഈ സർഫസിലും അതേപോലെ ഇവിടുത്തെ ബോട്ടം സർഫസിലും ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? സിഗ്മ സെഡ് ഇൻറ്റു കറസ്പോണ്ടിങ് ഈ ഏരിയ ആയിരിക്കും. സോ സിഗ്മ സെഡ് ഇൻറ്റു ഡി എക്സ് ഇൻറ്റു ഡി വൈ, that will be the corresponding force. So dfz is equal to sigma z into corresponding area, area is dx into dy. So dfz ഈ ഒരു എലമെൻറ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, z ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് സിഗ്മ z ഇൻറ്റു ഡി എക്സ് ഇൻറ്റു ഡി വൈ ആയിരിക്കും. Now we are assuming that the force is applied gradually. നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രം ഒക്കെ അങ്ങനെയാണ് വരയ്ക്കുന്നത്. സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രം ഇനീഷ്യലി ലോഡ് 0 ആയിരുന്നു, then we will increase the load, then the corresponding, if you plot the graph, the shape will be like this. So here also we are assuming that the force is applied gradually. So if this force or stress is applied gradually to the element, then the force magnitude will increase from 0 to dfz, while the element undergoes an elongation. Delta z is equal to epsilon z into dz. അപ്പോൾ ഇതെന്താണെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ സ്ട്രെസ്സിനെ കൊണ്ട് ഈ എലമെൻറ്റിന് സെഡ് ഡയറക്ഷനിലൊരു സ്ട്രെയിൻ ഉണ്ടാവും. ദാറ്റ് സ്ട്രെയിൻ ഈസ് ഡിനോട്ടഡ് ബൈ എപ്സിലോൺ ഇസെഡ്. ഓക്കെ, നോർമൽ സ്ട്രെയിൻ എപ്സിലോൺ സെഡ് ആണ്. ദെൻ സ്ട്രെയിൻ മീൻസ് വി നോ ദാറ്റ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ. സപ്പോസ് വി ആർ കൺസിഡറിങ് ഇൻ സെഡ് ഡയറക്ഷനിലുള്ള ചേഞ്ച് ഇൻ ഡയമെൻഷൻ എടുക്കുന്നത്. സോ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഇൻ സെഡ് ഡയറക്ഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ ഇൻ സെഡ് ഡയറക്ഷൻ. സോ സെഡ് ഡയറക്ഷനിലുള്ള ഇനീഷ്യൽ ലെങ്ത് ഡി സെഡ് ആണ്. സോ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ഡെൽറ്റ സെഡ് ഇൻറ്റു ഡി സെഡ് എന്ന് വരും. സോ ഫ്രം ദിസ് യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ചേഞ്ച് ഇൻ ഡയമെൻഷൻ. ഇപ്പോൾ ഇതൊരു സ്മോൾ എലമെൻ്റ് ആയതുകൊണ്ട് ഞാനൊരു ഡി എന്നുള്ള ടേമും കൂടി കൊടുത്തു, ഡിഫറൻഷ്യൽ സ്മോൾ മൈന്യൂട്ട് എലമെൻ്റ് ആയതുകൊണ്ട്. സോ യു ക്യാൻ റൈറ്റ് ഡി ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഇൻ സെഡ് ഡയറക്ഷൻ ഈസ് ഈക്വൽ ടു എപ്സിലോൺ ഇസെഡ് ഇൻറ്റു ഡി സെഡ്. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടി. ഇതാണ് സെഡ് ഡയറക്ഷനിലെ ചേഞ്ച് ഇൻ ഡയമെൻഷൻ. ആൻഡ് ഇതാണ് ഡി എഫ് സെഡ് ഈസ് ഈക്വൽ ടു സിഗ്മ സെഡ് ഇൻറ്റു ഡി എക്സ് ഡി വൈ ആണ് കറസ്പോണ്ടിങ് ഫോഴ്സ്. ഓക്കെ, സോ ഇനി നമുക്ക് വർക്ക് ഡൺ കാണാം. വർക്ക് ഡണിൻ്റെ എക്സ്പ്രഷൻ, ഒരു ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ വർക്ക് ഡണിൻ്റെ എക്സ്പ്രഷൻ വർക്ക് ഡൺ ഡ്യൂ ടു എ ഫോഴ്സ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇറ്റ് മീൻസ് ഹാഫ് ഇൻറ്റു ദാറ്റ് ഫോഴ്സ് ഇൻറ്റു
ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വർക്ക് ഡൺ ബൈ എ ഫോഴ്സ്. സോ നമ്മളെ കേസിൽ ഇവിടുത്തെ ഫോഴ്സ് നമ്മൾ എലമെൻറ്റ് ഒരു സ്മോൾ എലമെൻ്റ് ആണ് കൺസിഡർ ചെയ്തത്. സോ ആ ഫോഴ്സ് പിക്ക് പകരം യു ഹാവ് ടു റൈറ്റ് ഡി എഫ് സെഡ് ആൻഡ് കറസ്പോണ്ടിങ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടുത്തെ നമ്മുടെ എലമെൻറ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡി ഓഫ് ഡെൽറ്റ സെഡ് ആണ്. ഇത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ഇത് വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. ഇതിനെ സാധാരണ ഡി യു എക്സ്റ്റേണൽ എന്നാണ് കൊടുക്കാറ്. എക്സ്റ്റേണൽ ഫോഴ്സ് ആയതുകൊണ്ട് ഇത് തന്നെയായിരിക്കും, ഇത്രയും എമൗണ്ട് തന്നെയായിരിക്കും ഇതിൽ ഇൻറ്റേർണലി സ്റ്റോർ ചെയ്യുക, അതായത് സ്ട്രെയിൻ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുക. സോ യു ക്യാൻ റൈറ്റ് ഡി യു ഐ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഡി എഫ് സെഡ് ഇൻറ്റു ഡി ഡെൽറ്റ സെഡ്. ഇനി ഡി എഫ് സെഡിൻ്റെ എക്സ്പ്രഷൻ നമുക്കറിയാം, ഡി ഡെൽറ്റ സെഡിൻ്റെ എക്സ്പ്രഷൻ അറിയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കിട്ടിയ വർക്ക് ഡണിൻ്റെ എക്സ്പ്രഷനെ ഇൻ ടേംസ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിനിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ഹാഫ് ഇൻറ്റു സിഗ്മ ഇസഡ് ഇൻറ്റു ഡി എക്സ് ഡി വൈ ഇൻറ്റു എപ്സിലോൺ ഇസഡ് ഇൻറ്റു ഡി ഇസഡ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഹാഫ് ഇൻറ്റു ഡി സിഗ്മ ഇസഡ് എപ്സിലോൺ ഇസഡ് ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി ഇസഡ്. ഈ ഡി എക്സ് ഡി വൈ ഡി ഇസഡ് ഇപ്പോൾ ഇതിനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ഡി യു ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സിഗ്മ ഇസഡ് ഇൻറ്റു എപ്സിലോൺ ഇസഡ് ഇൻറ്റു ഡി എക്സ് ഡി വൈ ആൻഡ് ഡി സെഡ്. ഇങ്ങനെയാണ് എക്സ്പ്രഷൻ കിട്ടുക. ഇനി ഈ ടേം നോക്കുകയാണെങ്കിൽ ഡി എക്സ് ഇൻറ്റു ഡി വൈ ഇൻറ്റു ഡി സെഡ് ഈസ് നത്തിങ് ബട്ട് ദ വോളിയം ഓഫ് ദ എലമെൻറ്റ്. അതിനെ ഞാൻ ഡി വി എന്ന് വിളിച്ചു. നിങ്ങൾ ഫിഗർ നോക്കിയാൽ മതി. ഇതാണ് ഡി എക്സ് ഡി വൈ ഡി സെഡ്, ഇതാണ് ഡയമെൻഷൻ. സോ അത് മൂന്നും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കംപ്ലീറ്റ് ആ എലമെൻറ്റിൻ്റെ കംപ്ലീറ്റ് വോളിയം കിട്ടും. സോ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സിൻസ് ദ വോളിയം ഓഫ് ദ എലമെൻറ്റ് ഈസ് ഡി വി ഈസ് ഈക്വൽ ടു ഡി എക്സ് ഇൻറ്റു ഡി വൈ ഇൻറ്റു ഡി സെഡ്, യു ക്യാൻ റൈറ്റ് ഡി യു ഈസ് ഈക്വൽ ടു ഹാഫ് സിഗ്മ ഇസഡ് എപ്സിലോൺ ഇസഡ് ഡി വി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ഒരു സ്മോൾ മൈന്യൂട്ട് എലമെൻറ്റ്, ഒരു ക്യൂബിക്കൽ ഷേപ്പുള്ള അല്ലെങ്കിൽ ഒരു ഡി എക്സ് ഡി വൈ ഡി സെഡ് ഡയമെൻഷനുള്ള ഒരു എലമെൻറ്റിൽ സ്റ്റോർ ചെയ്യുന്ന എനർജിയാണ്. നമുക്ക് വേണ്ടത് കംപ്ലീറ്റ് എനർജിയാണ്, കംപ്ലീറ്റ് മെറ്റീരിയലിൻ്റെ എനർജിയാണ് കിട്ടേണ്ടത്. സോ യു ഹാവ് ടു ഇൻ്റഗ്രേറ്റ് ദിസ് എക്സ്പ്രഷൻ ഓവർ ദ എൻറ്റയർ വോളിയം. അപ്പം ഡി വി ആണ് ഇവിടുത്തെ എലമെൻറ്റ്, കംപ്ലീറ്റ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. സോ യു ക്യാൻ റൈറ്റ് യു ഐ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ദ വോളിയം. ദെൻ ജനറലായിട്ട് ഇത് സെഡ് ഡയറക്ഷൻ ആണ്. നമുക്ക് ഏത് ഡയറക്ഷൻ, ഏത് എക്സ് ഡയറക്ഷനോ വൈ ഡയറക്ഷനോ ഏത് ഡയറക്ഷനോ വേണ്ട, അതിനനുസരിച്ച് നമുക്ക് എഴുതാം. സോ ജനറലായിട്ട് യു ക്യാൻ റൈറ്റ് ഇൻ്റഗ്രൽ ഓവർ ദ വോളിയം സിഗ്മ ഇൻറ്റു എപ്സിലോൺ ബൈ 2 ഇൻറ്റു ഡി വി. സോ ഇതാണ് സ്ട്രെയിൻ എനർജീൻ്റെ എക്സ്പ്രഷൻ ഇൻ ടേംസ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. ഇനി ഇതേ എക്സ്പ്രഷൻ നമ്മൾ ഡി വിക്ക് പകരം ഡി എക്സ് ഡി വൈ ഡി സെഡ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രിപ്പിൾ ഇൻ്റഗ്രൽ വെച്ചിട്ട് എഴുതാൻ പറ്റും. ഫസ്റ്റ് എക്സ് ആക്സിസിൽ എക്സ് ഡയറക്ഷനിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ദെൻ വൈ ഡയറക്ഷനിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, സെഡ് ഡയറക്ഷനിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ദെൻ സിഗ്മ ഇൻറ്റു എപ്സിലോൺ ബൈ 2 ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി സെഡ്. ഇങ്ങനെയും എക്സ്പ്രഷൻ ടെക്സ്റ്റ് ബുക്കിൽ എഴുതാറുണ്ട്. അല്ലെങ്കിൽ ഈ ഡി എക്സ് ഡി വൈ ഡി എക്സിന് പകരം നിങ്ങൾ ഡി വി എന്ന് കൊടുക്കുക, ദെൻ ഈ ട്രിപ്പിൾ ഇൻ്റഗ്രൽ പകരം ഒരു കംപ്ലീറ്റ് വോളിയത്തിൽ ഒരു സിംഗിൾ ഇൻ്റഗ്രൽ ആക്കിയിട്ട് ഇതേപോലെ റെപ്രസെൻറ്റ് ചെയ്താലും മതി. സോ യു ഐ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ദ എൻറ്റയർ വോളിയം സിഗ്മ ഇൻറ്റു എപ്സിലോൺ ബൈ 2 ഇൻറ്റു ഡി വി. ഇനി സെഡ് ഡയറക്ഷനിലാണ് വേണ്ടതെങ്കിൽ യു ഹാവ് ടു റൈറ്റ് സിഗ്മ ഇസഡ് ഇൻറ്റു എപ്സിലോൺ ഇസഡ് ബൈ 2 ഇൻറ്റു ഡി വി. ഇനി വൈ ഡയറക്ഷൻ എക്സ് ഡയറക്ഷനിലാണെങ്കിൽ സിഗ്മ എക്സ് ഇൻറ്റു എപ്സിലോൺ എക്സ് ബൈ 2 ഇൻറ്റു ഡി വി. ഏത് ഡയറക്ഷനിൽ വേണേൽ കണ്ടുപിടിക്കാം. നൗ നെക്സ്റ്റ് നമ്മൾ ഇതിനെ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ്. നമ്മൾ ഈ സ്ട്രെയിനിനെ ഒന്ന് റിമൂവ് ചെയ്യാൻ പോവാണ്. സോ വി നോ ദാറ്റ് വി ആർ അസ്യൂമിങ് ദാറ്റ് all the material is strained up to the elastic limit വരെയാണ് നമ്മൾ സ്ട്രെയിൻ അല്ലെങ്കിൽ ലോഡ് ചെയ്യുന്നുള്ള അസംഷനിലാണ്. സോ യു ക്യാൻ അപ്ലൈ ദ ഹൂക്സ് ലോ. സോ ഫ്രം ദാറ്റ് വി ക്യാൻ റൈറ്റ് സിഗ്മ ഈസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് ഇ ഇൻറ്റു എപ്സിലോൺ എഴുതാൻ പറ്റും. സോ ഇതിൽ നിന്ന് നമുക്ക് സ്ട്രെയിന് എപ്സിലോൺ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ ഇ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. സോ അതും കൂടി ഈ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? യു ഐ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ വോളിയം സിഗ്മ ഇൻറ്റു എപ്സിലോണിന് പകരം സിഗ്മ ബൈ ഇ എന്ന് കൊടുക്കുക. സിഗ്മ ബൈ ഇ വി ആർ ഡിഫറൻഷ്യേറ്റിംഗ് ഓവർ ദ എൻറ്റയർ വോളിയം. സോ ഇതിനെന്ത് എഴുതാൻ പറ്റും? സിഗ്മ ഇൻറ്റു സിഗ്മ സ്ക്വയർ ആവും. ഇവിടെ ഒരു 2 കൂടി ഉണ്ട്. സോ 2e. So sigma square by 2e over the volume. So the expression for strain energy, if there is a normal stress, sigma x or sigma y or sigma z or അങ്ങനെ ഏതെങ്കിലും നോർമൽ സ്ട്രെസ് ആക്ട് ചെയ്യുകയാണെങ്കിൽ എക്സ്പ്രഷൻ ഫോർ സ്ട്രെയിൻ എനർജി ഈസ് ഇൻ്റഗ്രൽ ഓവർ ദ വോളിയം സിഗ്മ സ്ക്വയർ ബൈ 2e ഇൻറ്റു
ഡി വി ആണ്. സോ ഈ എക്സ്പ്രഷൻ ഓർമ്മിച്ച് വെക്കുക. നോർമൽ സ്ട്രെസ് അല്ലെങ്കിൽ ആക്സിയൽ ലോഡൊക്കെ വരുമ്പോൾ ബോഡിയിൽ നോർമൽ സ്ട്രെസ്സാണ് ഡെവലപ്പ് ചെയ്യുക. സോ കറസ്പോണ്ടിങ് നോർമൽ സ്ട്രെസ്സിൻ്റെ ടേംസിൽ സ്ട്രെയിൻ എനർജി പറയുകയാണെങ്കിൽ സിഗ്മ സ്ക്വയർ ബൈ 2e ഇൻറ്റു ഡി വി ആണ് ഓവർ ദ ഇൻ്റഗ്രൽ ഓവർ ദ കംപ്ലീറ്റ് വോളിയം. ഓക്കെ, ക്ലിയർ. ഇനി ഇതേപോലെ നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്, ഇതിപ്പോൾ നോർമൽ സ്ട്രെസ്സാണ്. നെക്സ്റ്റ് ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യുകയാണെങ്കിൽ അതിനുണ്ടാവുന്ന എങ്ങനെ നമുക്ക് സ്ട്രെയിൻ എനർജീൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. സോ കൺസിഡർ നേരത്തെ പോലെ ഒരു എലമെൻറ്റ് കൺസിഡർ ചെയ്തു. ഇവിടെ ഈ എലമെൻറ്റിൽ ഷിയർ സ്ട്രെസ് ഇങ്ങനെ സർഫസിന് പാരലായിട്ട് 4 സർഫസിനും പാരലായിട്ട് ഷിയർ സ്ട്രെസ് ആണ് ആക്ട് ചെയ്യുന്നത്. സോ ഈ ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യുമ്പം കറസ്പോണ്ടിങ് സ്ട്രെയിൻ എനർജീൻ്റെ എക്സ്പ്രഷൻ എങ്ങനെ നമുക്ക് നോക്കാൻ പറ്റും. In figure is subjected to a shear force dF is equal to tau into dx into dy. സോ ഒരു എലമെൻറ്റ് കൺസിഡർ ചെയ്തു, അതിൻ്റെ 4 സൈഡിലും ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഷിയർ സ്ട്രെസ്സിനെ കൊണ്ട് ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് ഷിയർ സ്ട്രെസ് ഇൻറ്റു ഈ കറസ്പോണ്ടിങ് ഏരിയ ഇസ് dy into dx. ഓക്കെ, ടോപ്പ് സർഫസിലും അതേമാതിരി സിമിലർ ഫോഴ്സ് ബോട്ടം സർഫസിലും ഡെവലപ്പ് ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഹിയർ ദ എലമെൻറ്റ് ഇൻ ഫിഗർ ഈസ് സബ്ജക്റ്റഡ് ടു എ ഷിയർ ഫോഴ്സ് ഡി എഫ് ഈസ് ഈക്വൽ ടു ഷിയർ സ്ട്രെസ് ഇൻറ്റു ഏരിയ ഡി എക്സ് ഇൻറ്റു ഡി വൈ വിച്ച് ആക്ട്സ് on its top surface, causing the surface to be displaced gamma dz relative to its bottom surface. So because of the shear stress, ഇതിനൊരു shear strain ഡെവലപ്പ് ചെയ്തു, ആംഗുലർ ഡിഫോർമേഷൻ ഉണ്ടായി, ഷിയർ സ്ട്രെയിൻ ഇത്രയും എമൗണ്ട് ആണ് അതിൽ ഡെവലപ്പ് ചെയ്ത ഷിയർ സ്ട്രെയിൻ ഗാമ. സോ ഗാമ ഷിയർ സ്ട്രെയിൻ ഉണ്ടായി. സോ ഈ ലെങ്ത് എത്രയാണോ ഡീവിയേറ്റ് ചെയ്ത് കറസ്പോണ്ടിങ് ടു ബോട്ടം സർഫസ്, ഈ ബോട്ടം സർഫസ് ആയിട്ട് ഇങ്ങനെ ഒരു ഷിയർ സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ലെങ്ത്ത് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഷിയർ സ്ട്രെയിൻ ഡിഫൈൻ ചെയ്തപ്പോൾ. സോ ഈ ഒരു ആംഗുലർ 90 ഡിഗ്രിയിൽ നിന്ന് ചേഞ്ച് ആവുന്ന ഈ ആംഗിളിനെയാണ് ഷിയർ സ്ട്രെയിൻ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് ദിസ് ഡയമെൻഷൻ ഈസ് ഡി സെഡ്. സോ ഈ ലെങ്ത്ത് എന്ത് വരും, നിങ്ങൾ ടാൻജൻറ്റ് ഓഫ് ആംഗിൾ എടുക്കുകയാണ്, ടാൻ ഗാമ ഈസ് ഈക്വൽ ടു എന്ത് വരും, സപ്പോസ് ദിസ് ലെങ്ത് ഒരു എക്സ് ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈറ്റ് ഡി സെഡ് എന്ന് വരും. സോ ഫ്രം ദാറ്റ് എക്സ് ഈസ് ഈക്വൽ ടു ഡി സെഡ് ഇൻറ്റു ടാൻ ഗാമ എന്ന് വരും, വേർ ഗാമ ഈസ് ദ ഷിയർ സ്ട്രെയിൻ. നൗ നമുക്കറിയാം ഈ ഷിയർ സ്ട്രെയിൻ ഒക്കെ വളരെ മൈന്യൂട്ട് സ്മോൾ നെഗ്ലിജിബിൾ ക്വാണ്ടിറ്റീസ് ആയിരിക്കും, ചെറിയ ആംഗിൾ ഓഫ് ഡിഫോർമേഷനൊക്കെ ഉണ്ടാവുള്ളൂ. സോ യു ക്യാൻ റൈറ്റ് ടാൻ ഗാമയ്ക്ക് പകരം ടാൻ ഗാമ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഗാമ ഇറ്റ് സെൽഫ്. So the deformation or this deviation x will be dz into gamma എന്ന് വരും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പം ഈ ടോപ്പ് സർഫസും ബോട്ടം സർഫസും മാത്രമേ കൺസിഡർ ചെയ്തുള്ളൂ. ഈ ഷിയർ സ്ട്രെസ് വെർട്ടിക്കൽ സർഫസിൽ ഉണ്ടാകുന്ന ഷിയർ സ്ട്രെസ്, അതായത് ഈ ഷിയർ സ്ട്രെസ്സും നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ രണ്ട് വെർട്ടിക്കൽ സർഫസ്, ഇനീഷ്യലി വെർട്ടിക്കൽ സർഫസ് ഇങ്ങനെ ഉണ്ടായിരുന്ന വെർട്ടിക്കൽ സർഫസിന് ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്തു പോയി. അവിടെ റൊട്ടേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ, അവിടെ ആംഗുലർ ഡിഫോർമേഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്നില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ അത് കൺസിഡർ ചെയ്തത്. നമ്മൾ വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ സ്ട്രെയിൻ എനർജിയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വർക്ക് ഡൺ മീൻസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കുന്നത് ഈ ടോപ്പ് സർഫസിലെ ഷിയർ സ്ട്രെസ്സും ബോട്ടം സർഫസിലെ ഷിയർ സ്ട്രെസ്സും വെച്ചിട്ടാണ്. ഈ രണ്ട് വെർട്ടിക്കൽ സർഫസിൽ ഓൺലി റൊട്ടേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. അതുകൊണ്ട് അവിടെ വർക്ക് ഡൺ ഇല്ല. ആ വർക്ക് ഡൺ ഫോഴ്സിനെ കൊണ്ടുണ്ടാകുന്ന ഷിയർ ഫോഴ്സിനെ കൊണ്ടുണ്ടാകുന്ന വർക്ക് ഡൺ 0 ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മളത് കൺസിഡർ ചെയ്യാത്തത്. അതാണ് നെക്സ്റ്റ് പോയിന്റ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. The vertical surfaces only rotate and therefore the shear forces on these forces do no work. Okay, hence the strain energy stored in the element becomes, ഇപ്പോൾ ഇതിനെ കൊണ്ടുണ്ടാവുന്ന സ്ട്രെയിൻ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. സോ ഫോഴ്സ് ഈസ് ടോ ഇൻറ്റു ഡി എക്സ് ഇൻറ്റു ഡി വൈ ആണ്. ഇതാണ് ഫോഴ്സ് ഇക്വേഷൻ. നമ്മൾ ഫോഴ്സിനെ കൊണ്ടുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്കറിയാം, വർക്ക് ഡൺ അറിയാം, അല്ലെങ്കിൽ സ്ട്രെയിൻ എനർജി അറിയാം, ഹാഫ് ഇൻറ്റു പി ഇൻറ്റു എക്സ് ആണ്. സോ പി എന്നുള്ള ഫോഴ്സിന് പകരം ഇവിടെ ഷിയർ സ്ട്രെസ് ഇൻറ്റു കറസ്പോണ്ടിങ് ഏരിയ, സർഫസ് ഏരിയ എടുക്കണം, ഡി എക്സ് ഇൻറ്റു ഡി വൈ, ആൻഡ് ദ കറസ്പോണ്ടിങ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ ഈ ഷിയർ സ്ട്രെസ് അല്ലെങ്കിൽ ഈ ഫോഴ്സിനെ കൊണ്ടുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഇത്രയാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ബോട്ടം സർഫസ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടാണ്. കമ്പയർഡ് ടു ബോട്ടം സർഫസ് ആയിട്ട് ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഇത്രയാണ്. സോ ഗാമ ഇൻറ്റു ഡി ഇസഡ് എന്ന് വരും.
നൗ ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ നേരത്തെ പോലെ നമ്മൾ നോർമൽ സ്ട്രെസ്സിൽ എഴുതിയ പോലെ തന്നെ എഴുതുകയാണെങ്കിൽ ഹാഫ് ഇൻറ്റു ടോ ഇൻറ്റു ഗാമ ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി ഇസഡ് എന്ന് വരും. നൗ ഡി എക്സ് ഡി വൈ ഡി ഇസഡ് ഈസ് നത്തിങ് ബട്ട് ദ വോളിയം ഓഫ് ദ എലമെൻറ്റ് ഡി വി ആണ്. സോ നമുക്ക് ഇതിനെ സ്ട്രെയിൻ എനർജി ഇൻറ്റേർണൽ സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് ഈസ് ഈക്വൽ ടു ഡി യു ഐ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ടോ ഇൻറ്റു ഗാമ ഇൻറ്റു ഡി വി എന്ന് എഴുതാം. ഇനി എല്ലാം നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ വി ആർ അസ്യൂമിങ് ദാറ്റ് ദ ലോഡ് ഈസ് അപ്ലൈഡ് ഓർ ദ ഫോഴ്സ് ഈസ് ആക്ടിങ് അപ് ടു ഇലാസ്റ്റിക് ലിമിറ്റ്. സോ യു ക്യാൻ apply the Hooke's law, and also we are here we are considering a small element. So in order to get the complete strain energy, how to integrate over the entire volume. So the complete strain energy Ui is equal to integral over V tau into gamma by 2 into dV. Now we know that from Hooke's law, shear stress is directly proportional to shear strain ആണ്. അല്ലെങ്കിൽ shear stress is equal to modulus of rigidity G into gamma എന്ന് കിട്ടും. സോ ഫ്രം ദിസ് ഗാമ ഇസ് ഈക്വൽ ടു ടോ ബൈ ജി എന്ന് എഴുതാൻ പറ്റും. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ഗാമ ഹിയർ. ഈ ഗാമ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ദിസ് എക്സ്പ്രഷൻ വി ക്യാൻ റൈറ്റ് ഇൻ്റഗ്രൽ ഓവർ ദ എൻറ്റയർ വോളിയം ടോ ഇൻറ്റു ഗാമയ്ക്ക് പകരം ടോ ബൈ ജി എന്ന് എഴുതാം. ഓൾറെഡി ഒരു 2 ഉണ്ട്, 2g ഇൻറ്റു ഡി വി എന്ന് എഴുതും. സോ നേരത്തെ അതേ എക്സ്പ്രഷൻ, നേരത്തെ നോർമൽ സ്ട്രെസ് ആയിരുന്നു, ഇവിടെ ഷിയർ സ്ട്രെസ് ആയി. ദ എക്സ്പ്രഷൻ ഫോർ സ്ട്രെയിൻ എനർജി ഫോർ എ ലീനിയർ ഇലാസ്റ്റിക് മെമ്പർ ആണ്, അതുകൊണ്ടാണ് ഈ ഹാഫ് വരുന്നത്, 1/2 വരുന്നത്. അതായത് നമ്മൾ ഇങ്ങനെയാണ് ഫോഴ്സ് ഡിഫോർമേഷൻ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ പാറ്റേണിലാണ് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ കർവ് വരുന്ന മെറ്റീരിയൽസ് ആണ് നമ്മൾ എടുക്കുന്നത്. ലീനിയർ ഇലാസ്റ്റിക് മെറ്റീരിയൽ ആണ്. സോ യു ഐ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ദ എൻറ്റയർ വോളിയം ടോ സ്ക്വയർ ബൈ 2g ഇൻറ്റു ഡി വി എന്ന് വരും. സോ ഇതാണ് സ്ട്രെയിൻ എനർജീൻ്റെ എക്സ്പ്രഷൻ ഇഫ് ദർ ഈസ് ഷിയർ സ്ട്രെസ് ഈസ് ആക്ടിങ് ഓൺ ദ ഒബ്ജക്റ്റ്. ഇനി നേരത്തെ നമ്മൾ എക്സ്പ്രഷൻ കൂടി ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഇഫ് ദർ ഈസ് നോർമൽ സ്ട്രെസ് ദ എക്സ്പ്രഷൻ വിൽ ബി ഇൻ്റഗ്രൽ ഓവർ വി സിഗ്മ സ്ക്വയർ ബൈ 2g ഇൻറ്റു ഡി വി ആയിരുന്നു. നോർമൽ സ്ട്രെസ് ആണെങ്കിൽ സിഗ്മ സ്ക്വയർ ബൈ 2g ഇൻറ്റു ഡി വി എന്ന് വരും. ഷിയർ സ്ട്രെസ് ആണെങ്കിൽ ടോ സ്ക്വയർ ബൈ 2g ഇൻറ്റു ഡി വി എന്ന് വരും. ഓക്കെ, സോ നമ്മൾ രണ്ട് കേസ് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ചു. നോർമൽ സ്ട്രെസ് ആക്ട് ചെയ്യുമ്പോൾ ഒരു സിംഗിൾ നോർമൽ സ്ട്രെസ്, അതായത് നമ്മൾ ഡെറിവേഷൻ എടുത്തത് സിഗ്മ സെഡ് മാത്രം വെച്ചിട്ടാണ്. അതുപോലെ നമുക്ക് സിഗ്മ എക്സ് ആക്ട് ചെയ്യുകയാണെങ്കിലും സിഗ്മ വൈ ആക്ട് ചെയ്യുകയാണെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ നമ്മളൊരു ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെയിൻ എനർജി കണ്ടുപിടിച്ചു. നൗ വി ആർ കൺസിഡറിങ് ഈ ഒരു എലമെൻറ്റിൽ എല്ലാം കൂടി എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും സെഡ് ഡയറക്ഷനിലും ആക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ എല്ലാ സർഫസിലും ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യുന്നുണ്ട്. ഒരു ജനറൽ കേസ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ക്യൂബിക്കൽ എലമെൻ്റ് എടുത്തു, അതിൽ എക്സ് ഡയറക്ഷനിൽ നോർമൽ സ്ട്രെസ് ഉണ്ട്, വൈ ഡയറക്ഷനിൽ നോർമൽ സ്ട്രെസ് ഉണ്ട്, സെഡ് ഡയറക്ഷനിൽ നോർമൽ സ്ട്രെസ് ഉണ്ട്. അതേപോലെ എല്ലാ സർഫസിലും ടോ എക്സ് വൈ, ടോ വൈ എക്സ്, ടോ എക്സ് ഇസെഡ്, അങ്ങനെ എല്ലാ ഷിയർ സ്ട്രെസ്സും ആക്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു ജനറൽ കേസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്ട്രെയിൻ എനർജി എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അതിനെയാണ് മൾട്ടി ആക്സിയൽ സ്ട്രെസ് എന്ന് വിളിക്കുന്നത്, ജനറൽ കേസ്. ഇപ്പോൾ നമുക്കറിയാം എനർജി ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി. എനർജി എന്ന് പറഞ്ഞാൽ വെക്ടർ ക്വാണ്ടിറ്റി അല്ല, എനർജി ഒരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. സോ സ്കെയിലർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി, നമുക്ക് ഡയറക്റ്റ്ലി ഒരു സ്കെയിലർ മീൻസ് ഒരു മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഒരു ന്യൂമറിക്കൽ വാല്യൂ മാത്രമേ ഉള്ളൂ. സോ അതിൻ്റെ ടോട്ടൽ എഫക്റ്റ് കിട്ടണമെങ്കിൽ ഇൻഡിവിജ്വൽ എഫക്റ്റ് കണ്ടിട്ട് ജസ്റ്റ് ആഡ് ചെയ്താൽ തന്നെ നമുക്ക് ടോട്ടൽ എഫക്റ്റ് കിട്ടും. സ്കെയിലർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് എളുപ്പമാണ്. സോ നമ്മൾ എന്ത് ചെയ്യും, ഈ ഓരോ സപ്പോസ് സിഗ്മ എക്സ് മാത്രം ആക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സ്ട്രെയിൻ എനർജി കണ്ടുപിടിക്കും. സിഗ്മ വൈ മാത്രം ആക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സ്ട്രെയിൻ എനർജി എക്സ്പ്രഷൻ കണ്ടുപിടിക്കും. സിഗ്മ സെഡ് ബാക്കിയെല്ലാം ഒഴിവാക്കി സിഗ്മ സെഡ് മാത്രമാണെങ്കിൽ അതിൻ്റെ എനർജി എക്സ്പ്രഷൻ, സ്ട്രെയിൻ എനർജീൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കും. മൂന്നും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ നോർമൽ സ്ട്രെസ്സിനെ കൊണ്ടുണ്ടാകുന്ന സ്ട്രെയിൻ എനർജി കിട്ടും. സിമിലർലി ഷിയർ സ്ട്രെസ്സും ഓരോ ഇൻഡിവിജ്വൽ ഷിയർ സ്ട്രെസ് എടുക്കും, അതിൻ്റെ സ്ട്രെയിൻ എനർജീൻ്റെ എക്സ്പ്രഷൻ എഴുതും. അങ്ങനെ എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കിട്ടും. Since the energy is a scalar quantity, the strain energies associated with each of the 6 normal and shear stress components can be obtained from previous equations. And since energy is a scalar, the total strain energy in the body becomes, നമ്മൾ ഓൾറെഡി എക്സ്പ്രഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, ടോട്ടൽ സ്ട്രെയിൻ എനർജി യു ഐ ഇസ് ഈക്വൽ ടു, ഇപ്പോൾ സിഗ്മ എക്സ് ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടിയ എക്സ്പ്രഷൻ ഇതാണ്. നിങ്ങൾ നേരത്തെ സ്ലൈഡ് നോക്കിയാൽ മനസ്സിലാവും. സോ
ഈ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് ഫൈനലി വേറെ ഫോമാറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതാണ് ഫൈനൽ എക്സ്പ്രഷൻ. ബട്ട് നമ്മൾ സ്ട്രെയിൻ എനർജി ഇൻ ടേംസ് ഓഫ് സ്ട്രെയിനും സ്ട്രെസ്സും തമ്മിലുള്ള ഈ എക്സ്പ്രഷൻ വെച്ചിട്ടാണ് എഴുതുന്നത്. ഇപ്പോൾ സിഗ്മ സെഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ ഹാഫ് ഇൻറ്റു സിഗ്മ സെഡ് ഇൻറ്റു എപ്സിലോൺ സെഡ് ഇൻറ്റു ഡി വി ആണ്. ഇനി സിഗ്മ എക്സ് ആണെങ്കിൽ ഹാഫ് ഇൻറ്റു സിഗ്മ എക്സ് ഇൻറ്റു എപ്സിലോൺ എക്സ് ഇൻറ്റു ഡി വി എന്ന് കിട്ടും. സോ മൂന്നും കൂടി ആക്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? ഹാഫ് ഇൻറ്റു സിഗ്മ എക്സ് ഇൻറ്റു എപ്സിലോൺ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഹാഫ് ഇൻറ്റു സിഗ്മ വൈ ഇൻറ്റു എപ്സിലോൺ വൈ ഇൻറ്റു ഡി വൈ പ്ലസ് ഇസഡിൻ്റെ ടേം. ഈ മൂന്നും കൂടി സം ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെയിൻ എനർജി ഡ്യൂ ടു നോർമൽ സ്ട്രെസ് കിട്ടും. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഹാഫ് ഇൻറ്റു സിഗ്മ എക്സ് ഇൻറ്റു എപ്സിലോൺ എക്സ് ചെയ്ത് കഴിഞ്ഞാൽ ദ സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് ഡ്യൂ ടു സിഗ്മ എക്സ്, നോർമൽ സ്ട്രെസ് എക്സ് ഡയറക്ഷനിൽ നോർമൽ സ്ട്രെസ്സിനെ കൊണ്ടുണ്ടാകുന്ന സ്ട്രെയിൻ എനർജി കിട്ടും. അതേപോലെ സിഗ്മ വൈനെ, അതേപോലെ സിഗ്മ സെഡ്, ഈ മൂന്നും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ നോർമൽ സ്ട്രെസ്സിനെ കൊണ്ടുണ്ടാകുന്ന സ്ട്രെയിൻ എനർജി കിട്ടും. ദെൻ ഷിയർ സ്ട്രെസ്സിൻ്റെ എക്സ്പ്രഷൻ നമുക്കറിയാം. ഹാഫ് ഇൻറ്റു ടോ എക്സ് വൈ ഇൻറ്റു ഗാമ എക്സ് വൈ ചെയ്ത് കഴിഞ്ഞാൽ ടോ എക്സ് വൈനെ കൊണ്ട് ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റോർ ചെയ്യുന്ന എനർജി കിട്ടും. അതേപോലെ ഹാഫ് ഇൻറ്റു ടോ വൈ സെഡ് ഇൻറ്റു ഗാമ വൈ സെഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോ വൈ സെഡിനെ കൊണ്ട് സ്റ്റോർ ചെയ്യുന്ന എനർജി കിട്ടും. ദെൻ ഹാഫ് ഇൻറ്റു ടോ എക്സ് സെഡ് ഇൻറ്റു ഗാമ എക്സ് സെഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോ എക്സ് സെഡിനെ കൊണ്ട് സ്റ്റോർ ചെയ്യുന്ന എനർജി കിട്ടും. ദെൻ വി ആർ ഇൻ്റഗ്രേറ്റിംഗ് ഓവർ ദ സ്മോൾ എലമെൻ്റൽ വോളിയം ഡി വി. സോ ഇത് ഓരോന്നും എടുത്തിട്ട് സിഗ്മ എക്സിൻ്റെ എടുക്കുക, സിഗ്മ വൈൻ്റെ എടുക്കുക, സിഗ്മ സെഡിൻ്റെ എടുക്കുക, ടോ എക്സ് വൈൻ്റെ എടുക്കുക, ടോ വൈ സെഡിൻ്റെ എടുക്കുക, ടോ എക്സ് സെഡിൻ്റെ എടുക്കുക, ഓരോന്നിനും സെപ്പറേറ്റ് എക്സ്പ്രഷൻ എടുക്കുക. മൂന്നും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ സ്ട്രെയിൻ എനർജി കിട്ടും. ഇനി മൾട്ടി ആക്സിയൽ സ്ട്രെസ് ആയതുകൊണ്ട് നേരത്തെ പോലെ തന്നെ നമുക്ക് ഈ എക്സ്പ്രഷനിൽ സ്ട്രെയിൻ്റെ ടേംസിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. വി ക്യാൻ എലിമിനേറ്റ് എപ്സിലോൺ എക്സ്, എപ്സിലോൺ വൈ, എപ്സിലോൺ സെഡ്. സിമിലർലി ഷിയർ സ്ട്രെയിൻ ഗാമ എക്സ് വൈ, ഗാമ വൈ സെഡ് ആൻഡ് ഗാമ എക്സ് സെഡ്. നമ്മൾ ഹൂക്സ് ലോ, ജനറലൈസ്ഡ് ഹൂക്സ് ലോ വെച്ചിട്ട് ഈ ടേംസ് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് എക്സ്പ്രഷനും സ്ട്രെസ്സിൻ്റെ ടേംസിൽ തന്നെ എഴുതാം. സ്ട്രെസ്സും യങ്സ് മോഡുലസ്, മോഡുലസ് ഓഫ് റിജിഡിറ്റി, ഈ മൂന്ന് ടേംസ് എഴുതാൻ പറ്റും. സിഗ്മ ഇ ജി, ഈ മൂന്നിൻ്റെയും ടേംസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ നെക്സ്റ്റ് എഴുതാൻ പോകുന്നത്. നേരത്തെ ഇൻഡിവിജ്വൽ കേസിൽ ചെയ്തു, ഇവിടെ മൂന്ന് ജനറൽ കേസിൽ ചെയ്യുന്നു എന്നുള്ളൂ. എല്ലാം അപ്രോച്ച് സെയിം ആണ്. The strains can be eliminated by using the generalized form of Hooke's law after substituting and combining terms we have. അപ്പോൾ ഇത് ഡയറക്റ്റ്ലി ഞാൻ ഫൈനൽ എക്സ്പ്രഷൻ എഴുതിയതാണ്. അപ്പോൾ ഇതെങ്ങനെ കിട്ടിയതെന്ന് വെച്ചാൽ നമുക്കറിയാം സ്ട്രെയിൻ ആണ് നമുക്ക് എലിമിനേറ്റ് ചെയ്യേണ്ടത്. സോ സ്ട്രെയിൻ്റെ എക്സ്പ്രഷൻ എഴുതാം ഒരു ജനറൽ കേസിൽ. എപ്സിലോൺ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിൻ, ടോട്ടൽ സ്ട്രെയിൻ ഇൻ എക്സ് ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ എല്ലാ ഡയറക്ഷനിലും ലോഡ് അല്ലെങ്കിൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്നുണ്ട്. എക്സ് ഡയറക്ഷനിലുണ്ട്, വൈ ഡയറക്ഷനിലുണ്ട്, സെഡ് ഡയറക്ഷനിലുണ്ട്. സോ നമുക്ക് രണ്ട് ടൈപ്പ് സ്ട്രെയിൻ ഉണ്ടാവും. ഒന്ന് നിങ്ങൾ ഓൾറെഡി നമുക്കറിയാം, പോയ്സോൺസ് റേഷ്യോ ഡിഫൈൻ ചെയ്തപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഒന്ന് നോർമൽ സ്ട്രെയിനും ഉണ്ടാവും, അല്ലെങ്കിൽ ലീനിയർ സ്ട്രെയിനും ഉണ്ടാവും, ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിനും ഉണ്ടാവും. സോ എപ്സിലോൺ എക്സ് വിൽ ബി നോർമൽ സ്ട്രെയിൻ സിഗ്മ എക്സ് ബൈ ഇ മൈനസ്, സപ്പോസ് ന്യൂ ഈസ് ദ പോയ്സോൺ റേഷ്യോ. പോയ്സോൺ റേഷ്യോ ന്യൂ ആണെങ്കിൽ ന്യൂ ബൈ ഇ ഇൻറ്റു സിഗ്മ വൈ മൈനസ് ന്യൂ ബൈ ഇ ഇൻറ്റു സിഗ്മ ഇസെഡ്. ഇതാണ് ടോട്ടൽ സ്ട്രെയിൻ ഇൻ എക്സ് ഡയറക്ഷൻ. ഇത് നോർമൽ സ്ട്രെയിൻ. സിഗ്മ എക്സ് ബൈ ഇ മീൻസ് ലീനിയർ സ്ട്രെയിൻ അല്ലെങ്കിൽ നോർമൽ ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ ആണ്. ഇത് രണ്ടും ലാറ്ററൽ സ്ട്രെയിൻ ആണ്, വൈ ഡയറക്ഷനിലും സെഡ് ഡയറക്ഷനിലും. ഇത് എങ്ങനെയാണോ, ഇത് ലെങ്ത്ത് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇത് രണ്ടും ലെങ്ത്ത് ഷോർട്ടൻ ചെയ്യുന്നതായിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ മൈനസ് സൈൻ വന്നത്. നിങ്ങൾ ആ പ്രീവിയസ് വീഡിയോസ് ഒന്ന് റെഫർ ചെയ്ത് നോക്കുക. സിമിലർലി യു ക്യാൻ റൈറ്റ് എപ്സിലോൺ വൈ ആസ് സിഗ്മ വൈ ബൈ ഇ മൈനസ് ന്യൂ ബൈ ഇ സിഗ്മ എക്സ് മൈനസ് ന്യൂ ബൈ ഇ സിഗ്മ ഇസെഡ്. ഇത് നോർമൽ സ്ട്രെയിൻ ഇൻ വൈ ഡയറക്ഷൻ മീൻസ് ഇതാണ് ലീനിയർ സ്ട്രെയിൻ വരിക. എക്സും വൈ ഡയറക്ഷനിൽ ലാറ്ററൽ സ്ട്രെയിൻ ആയിരിക്കും. സിമിലർലി എപ്സിലോൺ ഇസെഡ് ഈസ് ഈക്വൽ ടു സിഗ്മ ഇസെഡ് ബൈ ഇ ലീനിയർ സ്ട്രെയിൻ കിട്ടും മൈനസ് ന്യൂ പോയ്സോൺ റേഷ്യോ ന്യൂ ബൈ ഇ ഇൻറ്റു സിഗ്മ വൈ മൈനസ് ന്യൂ ബൈ ഇ ഇൻറ്റു സിഗ്മ വൈ സിഗ്മ എക്സ്. സെഡ് ഡയറക്ഷൻ ആണെങ്കിൽ വൈയും സെഡും ആയിരിക്കും ലാറ്ററൽ സ്ട്രെയിൻ വരും. ഇനി ഈ എക്സ്പ്രഷൻസ്, ഈ കിട്ടിയ എക്സ്പ്രഷൻസ് നിങ്ങൾ ഇവിടുത്തെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ എപ്സിലോൺ എക്സ്, എപ്സിലോൺ വൈ, എപ്സിലോൺ ഇസെഡിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സിഗ്മ എക്സ് സ്ക്വയറിൻ്റെ ഒരു ടേം വരും. അതേമാതിരി സിഗ്മ എക്സ്, സിഗ്മ വൈ, സിഗ്മ എക്സ്, സിഗ്മ സെഡ്, അങ്ങനത്തെ കുറച്ച് ടേംസ് വരും. അതെല്ലാം കൂടി കമ്പൈൻ ചെയ്ത് എഴുതാം.
അതായത് സിഗ്മ എക്സ് സ്ക്വയർ വരുന്ന ടേംസ് ഒക്കെ ഒരുമിച്ച് എഴുതുക. സിഗ്മ എക്സ് സ്ക്വയർ, സിഗ്മ വൈ സ്ക്വയർ, സിഗ്മ സെഡ് സ്ക്വയർ വരുന്ന ടേംസ് ഒരുമിച്ച് എഴുതുക. അതിൻ്റെ കൂടെ സിഗ്മ എക്സ്, സിഗ്മ വൈ, സിഗ്മ സെഡ്, സിഗ്മ എക്സ്, സിഗ്മ സെഡ് ഇങ്ങനത്തെ ടേംസ് വരും. അത് ഒരുമിച്ച് എഴുതുക ന്യൂ ബൈ ഇ എന്ന് കൊടുത്തിട്ട്. അപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് ഈ 2 ടേംസും കിട്ടും. നിങ്ങളൊന്ന് ഇത്രേ ചെയ്യാനുള്ളൂ. ഈ 3 ടേം നേരത്തെ കിട്ടിയ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിനെ എന്നിട്ട് ബ്രാക്കറ്റൊക്കെ റിമൂവ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഫോർമാറ്റിൽ മാറ്റി എഴുതും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടും. അതിൻ്റെ കൂടെ നമുക്ക് ഇവിടെ എന്തുണ്ട്, ഗാമ എക്സ് വൈ ഉണ്ട്. ഈ ഗാമ എക്സ് വൈ നമുക്ക് ജനറലൈസ്ഡ് ഹൂക്സ് ലോ വെച്ചിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? നമുക്കറിയാം ടോ എക്സ് വൈ ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു മോഡുലസ് ഓഫ് റിജിഡിറ്റി ജി ഇൻറ്റു ഗാമ എക്സ് വൈ ആണ്. അതേപോലെ ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ടോ വൈ സെഡ് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു ഗാമ വൈ സെഡ് ആണ്. അതേപോലെ ഇതിനും എഴുതാൻ പറ്റും. ടോ എക്സ് ഇസഡ് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു ഗാമ എക്സ് ഇസഡ്. ഓക്കെ, ഇതൊന്ന് ഗാമ എക്സ് വൈ, ഗാമ വൈ സെഡ്, ഗാമ എക്സ് സെഡ് കണ്ടുപിടിച്ചിട്ട് ഈ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷിയർ സ്ട്രെസ്സിൻ്റെ ടേംസ് ഇങ്ങനെ വരും. 1/2g ഇൻറ്റു ടോ സ്ക്വയർ ഗാമ എക്സ് വൈ, ടോ സ്ക്വയർ ഗാമ വൈ സെഡ്, ടോ സ്ക്വയർ എക്സ് ഇസഡ് എന്ന് വരും. ദെൻ വി ആർ ഇൻ്റഗ്രേറ്റിംഗ് ഓവർ ദ എലമെൻ്റൽ വോളിയം ഡി വി. സോ ഇതാണ് സ്ട്രെയിൻ എനർജീൻ്റെ ഫൈനൽ എക്സ്പ്രഷൻ, ജനറലൈസ്ഡ് എക്സ്പ്രഷൻ ഫോർ സ്ട്രെയിൻ എനർജി. ഓക്കെ, സോ 1/2e സിഗ്മ എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ വൈ സ്ക്വയർ പ്ലസ് സിഗ്മ സെഡ് സ്ക്വയർ മൈനസ് ന്യൂ ബൈ ഇ സിഗ്മ എക്സ് സിഗ്മ വൈ പ്ലസ് സിഗ്മ വൈ സിഗ്മ ഇസഡ് പ്ലസ് സിഗ്മ എക്സ് സിഗ്മ സെഡ് പ്ലസ് 1/2g ടോ സ്ക്വയർ എക്സ് വൈ, ടോ സ്ക്വയർ വൈ സെഡ്, ടോ സ്ക്വയർ എക്സ് ഇസഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത എക്സ്പ്രഷൻ. ഇത്രേ ചെയ്യുന്നുള്ളൂ. ഈ എക്സ്പ്രഷനിൽ ജനറലൈസ്ഡ് ഹൂക്സ് ലോ അപ്ലൈ ചെയ്യുക. എപ്സിലോൺ എക്സ് കണ്ടുപിടിക്കുമ്പോൾ ജനറലൈസ്ഡ് കേസ് ആയതുകൊണ്ട് ലീനിയർ സ്ട്രെയിനും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനും കണ്ടുപിടിക്കണം. അതേപോലെ എപ്സിലോൺ വൈക്കും എപ്സിലോൺ സെഡിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതേപോലെ ജനറലൈസ്ഡ് ഹൂക്സ് ലോ വെച്ചിട്ട് ഗാമ എക്സ് വൈ, ഗാമ വൈ സെഡ്, ഗാമ എക്സ് സെഡ് ഇതിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ ഒന്ന് റീഅറേഞ്ച് എഴുതി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ എക്സ്പ്രഷൻ ഫോർ സ്ട്രെയിൻ എനർജി ലൈക്ക് ദിസ്. ഇനി ചില കേസിൽ ഇതിപ്പം ഇവിടെ കേസിൽ നോർമൽ സ്ട്രെസ് സിഗ്മ എക്സ്, സിഗ്മ വൈ, സിഗ്മ സെഡും ടോ എക്സ് വൈ ഒക്കെയാണ് ആക്ട് ചെയ്തത്. ഇതിന് പകരം ചില കേസിൽ എലമെൻറ്റ്സിൽ പ്രിൻസിപ്പൽ സ്ട്രെസ് മാത്രമാണ് ആക്ട് ചെയ്യുന്നത്. സിഗ്മ 1, സിഗ്മ 2, സിഗ്മ 3 മാത്രമേ ഉള്ളൂ എങ്കിൽ ആ കേസിൽ എക്സ്പ്രഷൻ എന്തായിട്ട് വരും? ഈ സിഗ്മ എക്സിനും സിഗ്മ വൈക്കും സിഗ്മ സെഡിനും പകരം സിഗ്മ 1, സിഗ്മ 2, സിഗ്മ 3 പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ആണ് ആക്ട് ചെയ്യുന്നത്. പ്രിൻസിപ്പൽ സ്ട്രെസ് ആയതുകൊണ്ട് തന്നെ കറസ്പോണ്ടിങ് ഷിയർ സ്ട്രെസ് ടേംസ് 0 ആയിരിക്കും. അതിനാണ് പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്ന പ്ലെയിൻസിൽ ഷിയർ സ്ട്രെസ് 0 ആയിരിക്കും. സോ നിങ്ങൾക്ക് എക്സ്പ്രഷൻസ് ഇവിടെ വരെ എക്സ്പ്രഷൻ ഉണ്ടാവുള്ളൂ, ഇത്രയും എക്സ്പ്രഷൻ ഉണ്ടാവുള്ളൂ. ഷിയർ സ്ട്രെസ് ടേം ഇത് ക്യാൻസൽ ചെയ്ത് 0 ആയി പോകും. ദെൻ സിഗ്മ എക്സിന് പകരം സിഗ്മ 1 എന്ന് വരും, സിഗ്മ വൈക്ക് പകരം സിഗ്മ 2, സിഗ്മ സെഡിന് പകരം സിഗ്മ 3. ഇവിടെയും സിഗ്മ എക്സിന് വൈക്കും 1, 2 കൊടുക്കുക, സിഗ്മ 2, 3, 1, 3. സോ ദ ഫൈനൽ എക്സ്പ്രഷൻ വിൽ ബി ui for strain energy is equal to ui is equal to 1/2e ഇങ്ങനെ വരും. If the planes are acting by the principal stresses sigma 1, sigma 2 and sigma 3, അത് മാത്രം പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ സ്ട്രെയിൻ എനർജീൻ്റെ എക്സ്പ്രഷൻ ഇങ്ങനെ ആയിരിക്കും. സോ ഈ എക്സ്പ്രഷൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതാണ് സ്ട്രെയിൻ എനർജീൻ്റെ എക്സ്പ്രഷൻസ്. ഓക്കെ, സോ ഇത്രയാണ് സ്ട്രെയിൻ എനർജിയിൽ പറയാനുള്ളത്. ഇനി ഇതിൽ കുറച്ച് ബേസിക് ഡെഫിനേഷൻസ് ഉണ്ട്. സ്ട്രെയിൻ എനർജി, ഡെൻസിറ്റി, റെസിലിയൻസ്, പ്രൂഫ് റെസിലിയൻസ്, മോഡുലസ് ഓഫ് ടഫ്നെസ് ആൻഡ് മോഡുലസ് ഓഫ് റെസിലിയൻസ്. ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.